നോ ബ്രാഞ്ചസ്. അവർക്ക് എന്തില്ല? ബ്രാഞ്ചസ് ഇല്ല. ബ്രാഞ്ചസ് ഇല്ലാത്തത് കൊണ്ടാണ് അതിനെ യൂണിറ്റ്, ഒന്നെന്നുള്ള അർത്ഥം വരുന്ന രീതിയിൽ നമ്മൾ അതിനെ യൂണിറ്റ് ബാങ്ക് എന്നുള്ളത് വിളിക്കുന്നത്. ഓക്കെ, അപ്പൊ യൂണിറ്റ് ബാങ്കിന്റെ പ്രത്യേകത എന്തൊക്കെയാണെന്ന് വെച്ചാൽ നമുക്കൊരു 3-5 പോയിന്റിലൂടെ അങ്ങ് പറയാം. ഒന്ന്, സിംഗിൾ ഓഫീസിലൂടെയാണ് അത് ബാങ്കിങ് ബിസിനസ് പ്രൊവൈഡ് ചെയ്യുന്നത്. 2, ദേ ഹാവ് നോ ബ്രാഞ്ചസ്. അവർക്ക് ബ്രാഞ്ചസ് ഇല്ല. ദേ പ്രൊവൈഡ് ബാങ്കിങ് ബിസിനസ് ടു ദ ലിമിറ്റഡ് ഏരിയ. അവര് ബാങ്കിങ് ബിസിനസ് കൊടുക്കുന്നത് ലിമിറ്റഡ് ഏരിയ അല്ലെങ്കിൽ ടു ദ ലിമിറ്റഡ് കമ്മ്യൂണിറ്റി. അടുത്ത 4-മത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ദീസ് ബാങ്ക്സ് ആർ കാൾഡ് ലോക്കലൈസ്ഡ് ബാങ്ക്. ഈ ബാങ്കുകളെ നമ്മൾ എന്തെന്നാ വിളിക്കുന്നത്? ലോക്കലൈസ്ഡ് ബാങ്ക്. കാരണം എന്താ? ഇതൊരു കുറച്ച് ഏരിയയിൽ മാത്രമുള്ള ആളുകൾക്കാണ് ഇത് എന്ത് കൊടുക്കുന്നത്? ബാങ്കിങ്ങിന്റെ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതുകൊണ്ട് ദീസ് ബാങ്ക്സ് ആർ കാൾഡ് ലോക്കലൈസ്ഡ് ബാങ്ക്. അടുത്ത പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ദീസ് ബാങ്ക്സ് നോട്ട് പ്രൊവൈഡ് ബിഗ് ലോൺസ്. ഈ ബാങ്കുകൾ എന്ത് കൊടുക്കത്തില്ല? ബിഗ് ലോൺസ് കൊടുക്കത്തില്ല. അടുത്ത 5-മത്തെ ഫീച്ചേഴ്സ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് ദീസ് ബാങ്ക്സ് പ്രൊവൈഡ് ഫാസ്റ്റർ സർവീസസ് ടു ഇറ്റ്സ് കസ്റ്റമേഴ്സ്. അടുത്ത 6-മത്തെ കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദീസ് ബാങ്ക്സ് മെയിൻറ്റെയിൻ ആൻ അക്കൗണ്ട് വിത്ത് കറസ്പോണ്ടന്റ് ബാങ്ക്. അതൊരു പ്രധാന പോയിന്റ് ആണ്.